ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ വാപ്പാൻ്റെ പേര് ഖുവൈലിദ് എന്നാണ്. ഖദീജത്തു ബിൻതു ഖുവൈലിദ്, ഖുവൈലിദിൻ്റെ മകൾ ഖദീജ എന്നാണ്. ഖദീജ ബീവിക്കിൻ്റെ വാപ്പാക്കൊരു സഹോദരനുണ്ട്, ഖുവൈലിദിന് നൗഫൽ എന്നാണ് പേര്. അവരുടെ മകനാണ് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പേരായ ആള്. അപ്പോൾ വറഖത്ത് ബിൻ നൗഫലും ഖദീജത്തു ബിൻതു ഖുവൈലിദും എളാപ്പ മൂത്താപ്പ മക്കളിലെ ആങ്ങളയും പെങ്ങളുമാണ്. വറഖത്ത് പ്രായം കൂടുതലുള്ള ആളും ഖദീജ താരതമ്യേന പ്രായം കുറഞ്ഞ ആളുമാണ്. അവർ കാണലും സംസാരിക്കലും ഒക്കെ പതിവുണ്ടായിരുന്നു. സംസാരമധ്യേ ഒരിക്കൽ വറഖത്ത് ഖദീജ ബിവിയോട് പറഞ്ഞു റളിയല്ലാഹു അൻഹ, അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങളിൽ കണ്ടതനുസരിച്ച് മക്കയിലാണ് അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി ഇങ്ങനെ ആലോചിച്ചു, ഏതേക്കാരപ്പം നമ്മളെ നാട്ടിൽ നബിയാകാൻ പറ്റുന്ന ഒരാളുള്ളത്. അങ്ങനെ തിരഞ്ഞു. മക്കയിലെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ആഹാരം നബിയാകാൻ പറ്റൂല, ഒറ്റ കുട്ടിനും പറ്റിയതില്ല. പറ്റുന്ന ഒരാളെ മാത്രമേ കാണാനുള്ളൂ. അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാട്ടിലൊരു നബിയാകാൻ പറ്റിയതായിട്ട് തിരഞ്ഞിട്ട് കാണാനുള്ളത് ഇയാളെ മാത്രമാണ്. അതൊന്ന് ഉറപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അബൂ താലിബിനെ കണ്ടത്. അബൂ താലിബിനോട് പറഞ്ഞു, ഞാൻ കച്ചവടത്തിന് ആളുകളെ പറഞ്ഞേക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ അഞ്ചൻ്റെ മകൻ അബ്ദുല്ലാൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കച്ചവട സംഘത്തിൽ പറഞ്ഞേക്കുകയാണെങ്കിൽ 2 പുരുഷൻ്റെ കൂലി കൊടുക്കാം എന്ന് പറഞ്ഞു. 2 ആണിൻ്റെ കൂലി. ആണുങ്ങൾക്ക് ആ കാലത്തും ഏറെക്കുറെ ഈ കാലത്തും കൂലിയിൽ വ്യത്യാസം ഉണ്ടാവും, നാടൻ കൂലിക്ക്. അപ്പോൾ 2 ആണിൻ്റെ കൂലി കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് അബൂ താലിബ് നബി തങ്ങളോട് പറഞ്ഞു, മോനെ ഖദീജ കച്ചവടത്തിന് ആൾക്കാരെ പറഞ്ഞേക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടു, അതുകൊണ്ട് വാപ്പാൻ്റെ കുട്ടിക്ക് പറ്റുമെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഒജീനം കഴിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു. അബൂ താലിബ് സന്താനങ്ങൾ അധികരിച്ച ആളും സമ്പത്ത് കുറഞ്ഞ ആളുമാണ്. അന്ന് കൂട്ടുകുടുംബാണ്. ഷിഅബ് ബനി താലിബ് എന്നാണ് അവർ താമസിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര്. എല്ലാവരും കൂടി ഒന്നിച്ച് താമസമാണ്. അപ്പോൾ ചെലവ് നടത്തേണ്ട ആൾ അബൂ താലിബാണ്. മൂപ്പര് പൈസ വളരെ കുറഞ്ഞ ആളും മക്കൾ പേരക്കുട്ടികൾ അധികരിച്ച ആളുമാണ്. അപ്പോൾ അബൂ താലിബിനെ സഹായിക്കാം എന്ന് കരുതിയിട്ട് ഖദീജ ബിയുടെ കച്ചവട സംഘത്തിൽ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. കച്ചവടത്തിന് ഇങ്ങനെ സെലക്ഷൻ നടക്കുകയാണ്, റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുകയാണ്. അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ വരുന്നത് തട്ടിൻ പുറത്ത് നിന്ന് ഖദീജ ബി റളിയല്ലാഹു അൻഹ കണ്ടു. വരുന്ന കണ്ടപ്പോൾ വേഗം താഴെ ഇറങ്ങി വന്നു. ഇൻ്റർവ്യൂവിനൊന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ അഡ്മിഷൻ കൊടുത്തു. 2 പുരുഷൻ്റെ കൂലിയും നിശ്ചയിച്ചു. കൂടെ ഒരാളെയും ഏർപ്പാട് ചെയ്തു. മൈസറത്ത് എന്ന ഒരടിമ പുരുഷൻ. പേര് കേട്ടാൽ ചിലപ്പം പെണ്ണാന്ന് തോന്നും, പെണ്ണല്ല, മൈസറത്ത് ആണാണ്. മൈസറത്ത് എന്ന ഒരടിമയെയും ഏർപ്പാട് ചെയ്തു. അങ്ങനെ മൈസറത്തിനാകെ ഒരു പണിയുള്ളൂ, കച്ചവടമല്ല. കച്ചവടത്തിന് വേറെ ആൾക്കാരുണ്ട്, ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മൈസറത്തിന് പണി എന്താ വെച്ചാൽ യാത്രയുടെ ഇടയിൽ വല്ല അത്ഭുതങ്ങളും കാണുന്നുണ്ടോ എന്നത് നിരീക്ഷിക്കുകയും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പറഞ്ഞു തരികയും ചെയ്യണം എന്നതാണ് മൈസറത്തിൻ്റെ ഡ്യൂട്ടി. അങ്ങനെ യാത്രാസംഘം തിരിച്ചു. മേഘങ്ങൾ നിഴലിട്ട് കൊടുക്കുന്ന അത്ഭുത ദൃശ്യം മൈസറത്ത് കണ്ടു. വഴിയിൽ വിശ്രമിക്കാനിരിക്കുന്ന സമയത്ത് നെസ്തൂറ എന്ന പേരായ ഒരു പുരോഹിതൻ വരുന്നതും, അതിൻ്റെ കുഴപ്പമല്ല, മൈക്കിൻ്റെ കുഴപ്പമാണ്. നെസ്തൂറ എന്ന ഒരു പുരോഹിതനെ കാണുന്നതും അയാൾ ഇത് അവസാനത്തെ പ്രവാചകനാണ് എന്ന് പറയുന്നതും മൈസറത്ത് കണ്ടു. ആ കച്ചവടത്തിനൊരു അത്ഭുതം ഉണ്ടായി. കച്ചവടത്തിന് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് സാധനങ്ങൾ വിറ്റ് തീർന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. പൈസക്ക് മക്കയിലില്ലാത്ത കുറേ സാധനങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങി.
എന്നിട്ട് മടക്കയാത്ര ഉണ്ടായി. തിരിച്ചു വന്നപ്പോൾ ഇത് വിറ്റ് നോക്കുമ്പോൾ പിന്നിൽ ലാഭം കിട്ടി. അപ്പോൾ ഖദീജ ബീവി പറഞ്ഞതിൻ്റെ ഇരട്ടി കൊടുത്തു. ആദ്യം പറഞ്ഞത് ഇരട്ടിയാണ്, കൊടുത്തത് അതിൻ്റെ ഇരട്ടിയാണ്. അങ്ങനെ പൈസ കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെത്തി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വിവാഹാലോചനകളിലേക്ക് പോവുകയാണ്. പറഞ്ഞു കേട്ടാൽ തോന്നും ഇതെന്തോ വല്ല മരം ചുറ്റിയ പരിപാടിയാണ് എന്നല്ല, ഇത് അവസാനത്തെ പ്രവാചകനാണ് എന്ന് കണ്ടെത്തുകയും ഖദീജ ബീവി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. നബിയെ, നിങ്ങൾ അള്ളാഹു നബിയായി നിയോഗിക്കുന്നതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പ്രവാചകനാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് സയ്യിദുന ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണും. ഇത് അവസാനത്തെ പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പ്രവാചകന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു കൊടുക്കണമല്ലോ എന്ന് തീരുമാനിച്ചു. അതിനൊറ്റ വഴിയുള്ളൂ പുതിയണ്ണാകുക. അതാണ് അന്വേഷണം. അതിനെന്താ വഴി നോക്കിയതാണ് അന്വേഷണം. എന്നിട്ടോ ഖദീജ ബീവി തൻ്റെ പണം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചെലവാറ്റി. എത്ര പൈസ എന്നറിയങ്ങൾ? ഒരിക്കൽ നബിയും ഖദീജ ബീവി ഇങ്ങനെ നടന്നു പോകുമ്പോൾ മാർക്കറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു അടിമയെ വിൽക്കാൻ വെച്ചത് കണ്ടു. സെയ്ദ് ബിനു ഹാരിസ എന്നായിരുന്നു പേര്. ആ അടിമൻ്റെ മുഖത്തേക്കിനെ നോക്കുമ്പോൾ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു നല്ല മനുഷ്യനാണെന്ന് മനസ്സിലായി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ അടിമൻ്റെ ലക്ഷണമൊക്കെ നോക്കിയാൽ ഒരു നല്ല അടയാളം കാണാണ്ട് എന്ന് പറയാൻ ഒഴിവുണ്ടായില്ല. ഖദീജ ബീവി വാങ്ങാൻ തീരുമാനിച്ചു. 400 സ്വർണ്ണ നാണയങ്ങൾക്കാണ് അന്ന് സെയ്ദ് ബിനു ഹാരിസിനെ വാങ്ങിയത്. സ്വതന്ത്രനാക്കി. ഇന്നത്തെ കണക്കിന് 11 കോടി രൂപ. ഏകദേശം ഞാൻ കണക്കൂട്ടി പറഞ്ഞതാണ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരം നമ്മളെ പൈസക്കാരുള്ളൂ എന്നാ. നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, നമ്മളാണ് വലിയ പൈസക്കാരെന്ന്. ഇന്നത്തെ കണക്കിനത് വെച്ചാലേ 11 കോടി ഉറുപ്പ്യുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഒരാവശ്യം നിർവഹിക്കാൻ വേണ്ടി മാത്രം ഒരു സമയത്ത് ചിലവാക്കിയതാണ്. ചിലവാക്കൽ വേറെ നടന്നിട്ടുണ്ട്. ഖദീജ ബീവിൻ്റെ കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും വല്ല അരിയാനേന്ന് തണുപ്പ് സീസണിൽ പുതപ്പ് ഉക്കാൻ വരുമ്പോഴത്തെ എന്തെങ്കിലും കച്ചവടക്കാരെന്ന്. അതൊന്നല്ല കച്ചവടം. കച്ചവടം എന്താ നോക്കണം, അതാണ് കച്ചവടം. അങ്ങനെ കച്ചവടം ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ കച്ചവടക്കാരൻ എന്ന് പറയുന്നത് ഖദീജ ബീവി അല്ല കേട്ടോ. ഏറ്റവും ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും നന്നായി അറിയപ്പെടുന്ന കച്ചവടക്കാരൻ വേറൊരാളാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബിയും സഹാബത്തും ഹിജറ വന്ന സമയത്ത് നബി തങ്ങൾ ആദ്യമായി ചെയ്തത് തൻ്റെ കൂടെ മദീനയിലേക്ക് വന്ന മുഹാജിരീങ്ങളായ ആളുകളെ അൻസാരികളായ ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ് ആദ്യം ചെയ്തത്. ചങ്ങായിമാരാക്കി കൊടുക്കുക. വേറെ എവിടേക്കും പോകാനൊന്നുമില്ലല്ലോ, വേറെ സ്ഥലത്തേക്കും പോകാനില്ല. അതുകൊണ്ട് ഓരോ മുഹാജിരിങ്ങളെ ഓരോ അൻസാരിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ ഉള്ളേന്ന് കൊടുക്കുക എന്നതായിരുന്നു പരിപാടി. അങ്ങനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹാജിരിങ്ങളിൽപ്പെട്ട ഓരോ ആളുകളെ അൻസാരികളായ ആളുകൾക്ക് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും പെരയെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഒരുപാട് അത്ഭുതങ്ങളാണ്. ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള വിവാഹം നടന്നതിന് ശേഷം നബി തങ്ങളുടെ കച്ചവടം വല്ലാതെ മുന്നോട്ട് പോയിട്ടില്ല. കുറച്ചു കാലം അല്ലറ ചില്ലറ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടക്കാരനായിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവടം? തുണിഷാപ്പാണ്. തുണി വ്യാപാരിയായിരുന്നു. മൂപ്പര് വാപ്പാക്ക് ജ്വല്ലറിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ അബൂ ഖുഹാഫ എന്നാണ്. ഒറിജിനൽ പേര് ഉസ്മാനാണ്. അറിയപ്പെടുന്ന പേരാണ് അബൂ ഖുഹാഫ. മൂപ്പര് ഒറിജിനൽ പേര് ഉസ്മാൻ എന്നാണ്. ഉസ്മാൻ എന്നവർക്ക് ജ്വല്ലറിയാണ് പറഞ്ഞാൽ ഇന്നത്തെ മാതിരത്തെ ജ്വല്ലറി അല്ല. അന്നത്തെ ജ്വല്ലറി ഒരു വ്യത്യാസമുണ്ട്. പടച്ചോന്മാരുണ്ടാക്കി വെക്കുക. സ്വർണം കൊണ്ടുള്ള പടച്ചോന്, വെള്ളി കൊണ്ടുള്ള പടച്ചോന്, പഞ്ചലോഹങ്ങളെ കൊണ്ട് നിർമ്മിച്ച പടച്ചോന്മാർ, ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പടച്ചോന്മാരുണ്ടാക്കിയിട്ട് വിൽക്കണ കച്ചവടമാണ്. അതാണ് അന്നത്തെ ജ്വല്ലറി. ലോഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടൊക്കെ ഉള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആളായിരുന്നു മഹാനാ. അപ്പോൾ 2 കച്ചവടമായി. ഇന്നത്തെ ഏറ്റവും വലിയ 2 കച്ചവടമാണ്. ഒന്ന് ജ്വല്ലറിയും ഒന്ന് തുണിഷാപ്പും. വാപ്പാക്ക് ജ്വല്ലറിയാണ്, മകന് തുണിഷാപ്പാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തുണി വ്യാപാരമാണ്. ഖിലാഫത്ത് ഏറ്റെടുത്തു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ മൂപ്പരെ തുണിക്കെട്ടൊക്കെ എടുത്തുങ്ങാണ്ട് കച്ചവടത്തിന് ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ നിന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അല്ല, എവിടുക്കാപ്പം നിങ്ങൾ പോകണമെന്ന് ചോദിച്ചു. ഞാൻ കച്ചവടത്തിന് പോകുകയാണ് പറഞ്ഞു.
നിങ്ങളിപ്പോൾ ഈ ആദ്യ കച്ചവടത്തിന് പോക്ക് പോയാൽ ഇപ്പം നാട്ടുകാരെ കാര്യം ഘട്ടത്തിലാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോൾ പിന്നെ എൻ്റെ കാര്യം ഘട്ടത്തിലാവൂലേ? ഞാൻ പോയില്ലെങ്കിൽ കുട്ടികളെ കാര്യം പെണ്ണുങ്ങളെ കാര്യം അത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളിൻ്റെ ഒപ്പം വരിക ഇറങ്ങാണ്ട് പൊതു ഖജനാവ് എന്ന ബൈത്തുൽ മാലിൻ്റെ സൂക്ഷിപ്പുകാരനായ സഹാബിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമ്മളന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഖജാഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ചെന്നിട്ട് പറഞ്ഞു, ഈ അബൂബക്കർ ഇനി കച്ചവടത്തിന് പോയാൽ ശരിയാവില്ല റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് അബൂബക്കറിൻ്റെ ജീവിതത്തിനുള്ള ചെലവ് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ഖജാഞ്ചി പറഞ്ഞു, ശരി, ഒരാളെ ചെലവ് കൊടുക്കാറുണ്ട്, ഒരു ദിവസം ഒരാളെ ചെലവ് നമുക്ക് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളെ ചെലവ് കൊടുത്തിട്ട് ബാക്കിയുള്ളവരെന്താ കാറ്റ് മുണുങ്ങി, അത് പറ്റൂലാറുണ്ട്. ഈ ശമ്പളത്തിന് തിരക്കൂടൽ അന്ന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്, പറ്റൂലായിരുന്നു. പക്ഷേ അവനാനല്ല പറഞ്ഞത്, ഓരക്ക് വേണ്ടി വേറൊരാളാണ് പറയണത്. ഉമർ ഖത്താബാണ് പറയുന്ന ആൾ റളിയല്ലാഹു അൻഹു. ഒരാളത് പറ്റൂലായിരുന്നു. അതിൽ മൂപ്പർ പറഞ്ഞു, ശരി, രണ്ടാളത് കൊടുക്കാറുണ്ട്, ഭാര്യൻ്റെ കൂടിയും കൊടുക്കുക, ബാക്കി വല്ല എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ, ഇവിടുന്ന് ഇട്ടൂലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂലായിരുന്നു, രണ്ടൊന്നും കൊടുത്താൽ വരെ കുട്ടികൾക്ക് എന്താ കാട്ടി വെച്ചു. അങ്ങനെ ഏതായാലും തായും മേലെയും പറഞ്ഞ് അവസാനം ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതിയുടെ കതിർ കണക്കനുസരിച്ച് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അന്ന് വില കുറഞ്ഞ സാധനം ആടാണ് കേട്ടോ, ഒന്നൊക്കെ കണക്ക് കൂട്ടരുത്, ഓ എന്ന് പറയാൻ നിൽക്കണ്ട. അന്ന് എല്ലാ പെരയിലുള്ള സാധനം ആടാണ്. ഒരാടിൻ്റെ പകുതിയുടെ കതിർ കണ്ട് കൊടുക്കാമെന്ന് തീരുമാനാക്കി. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം ചെയ്തു. മഹാനവർകൾ വഫാത്താകുന്നതിൻ്റെ മുമ്പ് തൻ്റെ ഭാര്യയുടെ സ്വത്ത് വിറ്റിട്ട് ബൈത്തുൽ മാലിൽ നിന്നും പറ്റിയ മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചിട്ട് മരണപ്പെട്ടു. അതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഒരു കച്ചവടക്കാരനാണ്. ഉമർ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. എന്താ കച്ചവടം? സ്ഥലക്കച്ചവടം, ബ്രോക്കറാണ്. നമ്മൾ കാരണം ഞമ്മക്കേ കച്ചവടം അറിയുള്ളൂ എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കച്ചവടമായിരുന്നു. താരീഖ് പഠിച്ചോളി. എന്തിനാ താരീഖ് പഠിക്കണത് അറിയോ? ഈ ചരിത്രം പഠിക്കുന്നതിലൊരു ലക്ഷ്യമുണ്ട്, അതേമാതിരി ആകാനല്ല. അത് ചിലപ്പോൾ നടക്കൂല, അല്ലെങ്കിൽ നടക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നടക്കാതിരിക്കുകയും ചെയ്യും, എപ്പോഴും നടന്നോളണമെന്നില്ല. ചരിത്രം പഠിക്കുന്നതിനൊരു രഹസ്യമുണ്ട്. നമ്മളെവിടേക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകാനാണ് ചരിത്രം. നമ്മളെവിടേക്കും നമ്മളിങ്ങനെ ഈ കൊല്ലപ്പോൾ റമദാൻ 30 കിട്ടിയെന്ന് വിചാരിച്ചോളി. ഈ റമദാൻ 30 കിട്ടി, ശനിയാഴ്ചയാണ് പെരുന്നാളായതെന്ന് വിചാരിക്കുക. എന്നാൽ 30ൻ്റെ അന്ന് തറാവീ കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ പറയും, അൽഹംദുലില്ലാഹ് ഈ കൊല്ലം തറാവീ കിട്ടിയിട്ട് 30ഉം കിട്ടി, ഞാൻ 30 നിസ്കരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മക്കനങ്ങ് തോന്നും സ്വർഗത്തിൽ ഒരു നിലക്കും സ്ഥലം മതിയാവില്ല കേട്ടോ. കാരണം 30 തറാവിയാണ് നിസ്കരിച്ചിട്ടുണ്ടേ, എന്തായാലും കുറച്ച് വലിപ്പം കൂട്ടേണ്ടി വരും എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ പിറ്റേന്ന് പെരുന്നാൾ നിസ്കാരത്തിന് വന്നപ്പോൾ ഇമാമ് പ്രസംഗിക്കാണ്. മഹാനായ സയ്യിദുനാ സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് 300 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പം മനസ്സിലാവും നമ്മൾ 30 തറാവിയെ ഒടുക്കും എത്തിയിട്ടില്ലാന്ന്. അതിനാണ് താരീഖ്, അതിനാണ് മുൻഗാമികളുടെ താരീഖ് പഠിക്കുക എന്ന് പറയുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ് സഹാബത്തിലെ ഏറ്റവും അറിയപ്പെട്ട കച്ചവടക്കാരൻ. ഇതെല്ലോണം പഠിച്ചോളിങ്ങൾ കേട്ടോ. നിന്നോട് കച്ചവടക്കാരെ പറ്റി പറയണമെന്ന് ഇവർ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയണത്. ഭൂരിഭാഗം ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കച്ചവടക്കാരായിരിക്കും എന്ന് പോലും മനസ്സിലാക്കിയതായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അല്ലെങ്കിലും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് നമ്മൾ കച്ചവടക്കാരാണ്. ആരെ വിൽക്കാത്തവർ, ആരെ വാങ്ങാത്തവർ? ഇതിലെല്ലാവരും വിൽക്കണവരും എല്ലാവരും വാങ്ങണവരുമാണ്. അതൊരു നിലക്ക് കച്ചവടമാണല്ലോ. കച്ചവടക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടില്ല. സ്വഹാബത്തിൽ ഏറ്റവും വലിയ കച്ചവടക്കാരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനവറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അൻസാരിയായ മനുഷ്യന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളൊക്കെ നാട്ടിൽ ദർസുള്ള പള്ളിയിൽ മുത്തഅല്ലിമീങ്ങൾ വന്നാൽ കമ്മിറ്റിക്കാർ കാട്ടുമല്ലോ, ഈ കുട്ടീനെ എജ്ജു കൊണ്ടേക്കോ, ഈ കുട്ടീനെ എജ്ജു കൊണ്ടേക്കോ. അങ്ങനെ ഉണ്ടായാൽ പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ പോകും. ആദ്യമൊക്കെ ചെലവ് പെരാന്ന് പറയും, പിന്നെ അത് സ്വന്തം പെരമായിരിയാവും, പിന്നെ ചിലവരേത്ത ഉമ്മാനെ ഉമ്മ എന്ന് വിളിക്കൽ തുടങ്ങും.
എൻ്റെ ഡ്രൈവറാണ്, ഓൻ അത്യാവശ്യമായിട്ട് പോകേണ്ട വന്നുകൊണ്ട് ചവി വന്നിട്ട് പോയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിങ്ങനെ ആലോചിച്ചിട്ട് ക്ലാസ് തൈമ പോകണ്ടെന്ന് എഴുതിയിട്ട് പറഞ്ഞതാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിൽ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി ശ്രദ്ധ പോകാൻ. അങ്ങനെ നമ്മൾ പൊതുവേ ഉള്ളൊരു ഇടപാട് അങ്ങനെയാണ്. ചെറിയൊരു കാരണം കിട്ടിയാൽ മതിയാവും, ഒന്നുമില്ലെങ്കിൽ മൈക്കൊന്ന് കേടെന്നാൽ മതി, അപ്പോൾ എല്ലാവരും ശ്രദ്ധ പോയി. അങ്ങനെയാണ് ഇത്. ഈ നേരത്ത് നിങ്ങളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് പിടിച്ചിരുത്തണമെങ്കിൽ രേഷം പണിയുണ്ട്, അതെന്നെ സംഗതി. അവിടെ ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നപ്പോൾ നബി തങ്ങൾ ഒരു അൻസാരിക്ക് കൊടുത്തു, കൊണ്ടുപോയിക്കോ പറഞ്ഞു. ആ അൻസാരി എന്ത് ചെയ്തു അറിയോ? വീട്ടിൽ കൊണ്ടുപോയിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ചോറൊക്കെ തിന്ന് കിടക്കാൻ നേരത്ത് മൂപ്പരോട് പറഞ്ഞു, കുട്ടിയെ എനിക്ക് 2 ഈത്തപ്പനത്തോട്ടുണ്ട്, നല്ല കായ്ക്കണ 2 തോട്ടാണ്. ഇത് നേരം വെളുത്താലേ ഇതിൻ്റെ 2 ഈത്തപ്പനത്തോട്ടൊന്ന് കാണണം, എന്നിട്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈത്തപ്പനത്തോട്ടം ഏതാണോ അത് അനക്ക് തരാം, എന്നാൽ പിന്നെ അനക്ക് അയിമോട് സുഖമായിട്ട് കയ്യാലോ. പിന്നെ ഒരു കടന്ന വർത്താനം കൂടിയും പറഞ്ഞു, എനിക്ക് 2 പെണ്ണുങ്ങളുണ്ട്, ഭാര്യമാർ. നാളെ നേരം വെളുക്കുമ്പോൾ 2 ഒന്ന് കാണുക, നല്ല ഇഷ്ടപ്പെട്ടത് ആരേച്ചാൽ ഓക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഒഴിവാക്കിയിട്ട് അനക്കാണ് കെട്ടിച്ചേരാം. ആദ്യകാലമാണ് കേട്ടോ ഇസ്ലാമിൻ്റെ, അനക്കാണ് കെട്ടിച്ചേരാറുണ്ട്. മൂപ്പര് പറഞ്ഞു, എനിക്ക് നിങ്ങളെ പെണ്ണുങ്ങളെയും വേണ്ട, എനിക്ക് നിങ്ങളെ തോട്ടവും വേണ്ട, എനിക്ക് വേണ്ടത് അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു തന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് കാണിച്ചു തരാം. എല്ലാ സ്ഥലത്തും കച്ചവടം കിട്ടൂല, എല്ലായിടത്തൊന്നും കച്ചവടം കിട്ടൂല. കച്ചവടം കിട്ടൂല എന്ന് കണ്ടാൽ എത്ര നേരത്തെ ഷട്ടർ താത്തുന്നോ അത്രയും നഷ്ടം കുറക്കാം. കച്ചവടം നഷ്ടമാണ് എന്ന് മനസ്സിലായാൽ പിന്നെ ഒരു കാരണവശാലും പിടിച്ചിക്കാൻ പറ്റൂല. എത്ര നേരത്തെ അവസാനിപ്പിക്കുന്നോ അത്രയും നഷ്ടം കുറയുന്നുള്ളതാണ്. എല്ലാ സ്ഥലവും കച്ചവടം കിട്ടുന്ന സ്ഥലമല്ല. അതുകൊണ്ട് എനിക്ക് കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മൂപ്പരെയും കൂട്ടിയിട്ട് അങ്ങാടി പോയിട്ട് പറഞ്ഞു, ഇതാ ഈ ഒരു മൂലൻ്റെ വകയാണ്, ഈ ഒരു മൂല ഇവിടെ ഇരുന്നാൽ എല്ലാവർക്കും നല്ല കച്ചവടം കാണലുണ്ട് പറഞ്ഞു. അങ്ങനെ മൂപ്പരടുത്ത് മക്കത്തുനിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ചില്ലറ പൈസ ഉണ്ടായിരുന്നു, അതിന് എന്തോ ഒരു സാധനം വാങ്ങിയിട്ട് ആ മൂലൊക്കെ ചെന്നുങ്ങാണ്ട് ടവ്വലാണ് വിരിച്ചിട്ട് അവിടെ ഇരുന്ന് സാധനം വെക്കാൻ ഒഴിവില്ലാതെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, കൊടുക്കാനുള്ളതാന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. ചെറിയൊരു ലാഭം കൂട്ടി പറഞ്ഞു. അത് വാങ്ങി. അത് വിറ്റിങ്ങാണ്ട് വേറൊരു സാധനം വാങ്ങി. പിന്നെ അടുത്തത് വാങ്ങി. അങ്ങനെ അങ്ങോട്ട് കച്ചവടം തുടങ്ങിയിട്ട് മലഞ്ചെരിവ് നിറയെ ആടുകൾ, മാടുകൾ, ഒട്ടകങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനായി. മുത്തുനബി വഫാത്താവുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഈ 9 ആൾക്കാരുടെ ഫുള്ള് ചെലവ് നടത്തുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. മക്കത്തുനിന്ന് ഒന്നുമില്ലാതെ അങ്ങോട്ട് വന്നതാണ്. താൻ മരിക്കുന്ന സമയത്ത് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമുക്ക് ഒരുപാട് തോട്ടമുണ്ടല്ലോ, ഒരു തോട്ടം ബാപ്പാൻ്റെ കുട്ടി വിൽക്കണം, എന്നിട്ട് ബദറിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി പെടുന്നാണ്ടുള്ള കാലം ജീവിക്കാൻ ആവശ്യമായ മുതലിജൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു തോട്ടം വിറ്റ് കിട്ടിയ സമ്പത്ത് ബദറിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മുഴുവൻ കൊടുത്തിട്ട് പൈസ ബാക്കിയുണ്ടായിരുന്നു. അത്രയും വലിയ പൈസക്കാരനായി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മാറിയതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമാണ്. കച്ചവടം വിജയിക്കാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലാണ് ഫാത്തിഹ ഓതേണ്ടത് കേട്ടോ. ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ വിജയിച്ച ആളുകളെയാണ് തവസ്സുൽ ചെയ്യേണ്ടത്. കച്ചവടത്തിൽ ഏറ്റവും നന്നായി വിജയിച്ച ആൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം എന്ന് ഞങ്ങൾ ഓസിക്ക് കിട്ടിയത് വേണ്ടാന്ന് വെച്ചതാണ്. നമ്മൾ ഓസിക്ക് കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നു എന്നുള്ളതാണ് പരിപാടി. എന്താ ഇല്ലാത്തതിൻ്റെ കാരണം, എന്താ നടക്കാത്തത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായതിൻ്റെ കാരണം ഓസിക്കാണ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വേണ്ട, ഞാനാണ്ട് അധ്വാനിച്ചോളാം, അതിന് പറ്റിയൊരു സ്ഥലമാണ് കാണിച്ചു തന്നാൽ മതി പറഞ്ഞു. അങ്ങനെയാണ് കച്ചവടം ചെയ്തതാണ്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. BPL കാർഡിന് എന്തിനാ അപേക്ഷ കൊടുക്കണതെന്ന്. മുതലാളിയാകാനല്ലേ അപേക്ഷിക്കേണ്ടത്, ദരിദ്രനാവാൻ അപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരാൾ നമ്മോട് പറയണം, അന്നെ ഞാൻ പൈസക്കാരെ ലിസ്റ്റിൽ പെടുത്തി തരാമെന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷ കൊടുത്ത് നോക്കാം. അന്നെ ഞാൻ സാധുക്കളുടെ ലിസ്റ്റിൽ പെടുത്തി തരാമെന്ന് പറഞ്ഞതിന് അപേക്ഷ കൊടുക്കുന്നതാണ് നമ്മളെ പരാജയത്തിൻ്റെ കാരണം. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഫക്കീറാവാൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ
ഫക്കീറായി തുടരാൻ അവൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യമുണ്ട്. 25,000 തെണ്ടാൻ പോയി, സക്കാത്ത് വാങ്ങാൻ പോയി. അങ്ങനെ കുറച്ച് പൈസയൊക്കെ കിട്ടി. അങ്ങനെ ആ പൈസയായിട്ട് ഇങ്ങനെ വന്നിട്ട് കക്കൂസ് കയറിങ്ങാണ്ട് വായിലടിച്ചിട്ട് എണ്ണി നോക്കി. എന്നിട്ട് അതിങ്ങനെ കീശയ്ക്ക് വെക്കുമ്പോൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു, പഠിച്ചോനെ ഈ കൊല്ലത്തെ 25,000 ചൂടുമായി കൊറോണയായിട്ട് ഫുള്ള് നക്കിപ്പോയി. അടുത്ത കൊല്ലത്തെ 25,000 കുറച്ചും കൂടി തോന സക്കാത്ത് തരണേ അല്ലാന്ന് ആഗ്രഹിച്ച എന്താ അതിൻ്റെ അർത്ഥം? അടുത്ത കൊല്ലം 25,000 ഇന്നെ തെണ്ടിയാക്കണേ. എന്താ ഓന് നേരെ തിരിച്ചൊന്ന് ആഗ്രഹിച്ചൂടെ? പടച്ചോനെ ഈ കൊല്ലത്തെ 25,000 സക്കാത്ത് വാങ്ങേണ്ടി വന്നു, അടുത്ത കൊല്ലത്തെ 25,000 സക്കാത്ത് കൊടുക്കാനുള്ളൊരവസ്ഥ എനിക്ക് തരണേ എന്ന് തോർന്നാൽ ആടാ ജൈനാത്രൊക്കെ ആയോന്ന് അള്ളാഹു ചോദിക്കുമോ? ചോദിക്കൂലല്ലോ. നമ്മുടെ മനസ്സാണ് നമ്മളെ ഫക്കീറാക്കണ കാരണം, വേറൊന്നുമല്ല. വലുതായി ചിന്തിക്കണം, അപ്പോഴേ വലുതാവുള്ളൂ. ചെറുതായി ചിന്തിച്ചാൽ ചെറുതായി കൊണ്ടിരിക്കും. അപ്പോൾ ദരിദ്രനാകുന്നതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു രഹസ്യമുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നനായി മാറിയതിൻ്റെ പിന്നിലെ രഹസ്യം ഓസിക്ക് വേണ്ട, ഞാൻ അധ്വാനിച്ച് ജീവിച്ചോളാം എന്ന് തീരുമാനിച്ചതാണ് എന്ന് കാണാം. ഞാൻ അവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്നാൽ കച്ചവടക്കാർ വേറെയുണ്ട്. കച്ചവടക്കാർ ഇഷ്ടം പോലല്ലേ. മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. 25-ാമത്തെ വയസ്സിലാണ് ആദ്യം കച്ചവടം ചെയ്യുന്നത്. 25 വയസ്സ് വരെ നാട്ടിൽ ഉമ്മാൻ്റെ കൂടെ പഠിച്ചു. വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. 25-ാമത്തെ വയസ്സിൽ ഇൽമു പഠിക്കാൻ വേണ്ടി നാട് വിട്ടു, കൂടെ കച്ചവടം ചെയ്തു. ആദ്യം ചെയ്ത കച്ചവടം വെള്ളക്കച്ചവടമാണ്. തണ്ണിമത്തൻ റോഡ് സൈഡിൽ നിന്ന് എൻ്റെ വക പറഞ്ഞാണ്. ആദ്യം ചെയ്തത് വെള്ളക്കച്ചവടമാണ് ആരംഭിച്ചത്. അങ്ങനെയാണ് കച്ചവടം ചെയ്തിട്ടാണ് വലുതായി. എവിടേക്കെത്തി? 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. 470 ഹിജ്റ 470. ഇന്ന് ഹിജ്റ 1500 ഏകദേശം അടുത്താണ്. അപ്പോൾ 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. എന്താ കച്ചവടം എന്നറിയങ്ങൾ? 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹിയുദ്ദീൻ ഷേഖിന് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു. ആ കപ്പലിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഹെലികോപ്റ്ററാണ്. കേരളത്തിലാകെ സ്വന്തം ഹെലികോപ്റ്റർ ഉള്ളത് 4 ആൾക്കാർക്കാണ്. 1000 കൊല്ലം കഴിഞ്ഞു. 1000 വർഷങ്ങൾക്ക് മുമ്പ് മുഹിയുദ്ദീൻ ഷേഖിന് സ്വന്തമായിട്ട് കപ്പലുണ്ട്.